ഇന്നത്തെ അറിയിപ്പുകൾ. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പദ്ധതി ഇനി ഇതര സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾക്ക് കൂടി ലഭ്യമാക്കും. പദ്ധതി വഴി ഗുരുതര രോഗമുള്ളവർക്ക് 3 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും. കേരള സർക്കാരിന്റെ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതിയിൽ ഇനി മറുനാടൻ മലയാളികൾക്കും അപേക്ഷിക്കാം. ഗൾഫിനു പുറമെ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന കേരളീയർക്കും അപേക്ഷിക്കാൻ അനുമതി ലഭിച്ചതിനെ തുടർന്നാണിത്. പദ്ധതി പ്രകാരം ഗുരുതര രോഗങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും. 1 വർഷം കാലാവധിയുള്ള പോളിസിയുടെ അപേക്ഷാ ഫീസ് 661 രൂപയാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ ഇൻഷുറൻസ് പുതുക്കണം. ന്യൂസ് ഡെസ്ക് മൈഫി TV. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വ്യക്തിഗത അപകട ഇൻഷുറൻസ് അവതരിപ്പിച്ച് മത്സ്യഫെഡ്. അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യമാണ് മത്സ്യത്തൊഴിലാളിക്ക് ലഭിക്കുക. മത്സ്യഫെഡ് വഴിയാണ് പദ്ധതിയിൽ ചേരേണ്ടത്. അപകടമരണത്തിനും അപകടം മൂലം പൂർണ്ണമായി അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിലും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും. അപകടത്തിൽ ഭാഗികമായ അംഗവൈകല്യം സംഭവിച്ചവർക്ക് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭിക്കും. അപകടത്തെ തുടർന്ന് ആശുപത്രി ചെലവായി പരമാവധി 1 ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവിനത്തിലും ലഭിക്കും. അപകടമരണം സംഭവിക്കുകയാണെങ്കിൽ ആംബുലൻസ് ചാർജായി 5000 രൂപ വരെയും മരണാനന്തര ചെലവുകൾക്കായി 5000 രൂപയും ലഭിക്കും. മരിച്ച മത്സ്യത്തൊഴിലാളിക്ക് 25 താഴെ പ്രായമുള്ള മക്കളുണ്ടെങ്കിൽ പഠന ചെലവായി 1 ലക്ഷം രൂപ വരെ കുടുംബത്തിന് ധനസഹായമായി ഒറ്റത്തവണ നൽകും. 18നും 70നും മധ്യ പ്രായമുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം. ന്യൂസ് ഡെസ്ക് മൈഫി TV. മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്താനുള്ള സമയം നീട്ടി. ജൂൺ 30 വരെയാണ് സമയം നീട്ടിയത്. മാർച്ച് 31 വരെയായിരുന്നു നേരത്തെ മസ്റ്ററിംഗിന് സമയം അനുവദിച്ചത്. ഇത് സംബന്ധിച്ച കേന്ദ്രത്തിൽ നിന്നും കത്ത് ലഭിച്ചതായി മന്ത്രി GR അനിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കഴിഞ്ഞയാഴ്ച ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട മന്ത്രി കത്ത് നൽകിയിരുന്നു. തുടർന്ന് കേന്ദ്ര സംസ്ഥാന ഭക്ഷ്യ സെക്രട്ടറിമാർ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരളത്തിൽ ഇതുവരെ മുൻഗണനാ കാർഡുകളിലെ 1.37 കോടി ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് നടത്തിയതായാണ് കണക്ക്. മസ്റ്ററിംഗിൽ കേരളം ദേശീയ തലത്തിൽ മുൻപന്തിയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ 8 സ്ഥിര ഒഴിവുകൾ. മാനേജർ തസ്തികയിലേക്ക് ഏപ്രിൽ 28 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ബിരുദവും CAIIB അല്ലെങ്കിൽ BE, BTechും CAIIBയും MBAയും എന്നിവയാണ് യോഗ്യത. 7 വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യമാണ്. 40 വയസ്സ് വരെയുള്ളവർക്ക് മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം.